Good evening. Good evening, ma'am. Good evening, ma'am. Okay, very good evening to all. We can start. Who is going to do prayer? Please. ഞാൻ പാടാം മാം. Okay. ദൈവമേ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നണമേ. താങ്ക് യു മാം. So nice. Okay, so what's next? Yes, please. Good evening, ma'am. Good evening, Jolie. ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഭംഗിയായിരുന്നു മാം. ചെന്നൈക്ക് പോയോ? എന്തോ ചെന്നൈക്ക് വന്നു. Okay, so and thank you so much for understanding my situation. Actually ഞാൻ ഒരു ഹോസ്പിറ്റൽ എമർജൻസിയിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ വീക്ക് ഒന്നും നിങ്ങൾ ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. സോ ഞാൻ പകല് ഹോസ്പിറ്റലിൽ പോവും, പിന്നെ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നൈറ്റിലേക്ക് ആക്കിയത്. ഐ നോ ദാറ്റ് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ടൈം ആണെന്ന് എനിക്കറിയാം, പിന്നെ പേഴ്സണലി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയവും ഒക്കെയാണെന്ന് അറിയാം. പക്ഷെ 2 ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് 7 to 8 ഒരു ബാച്ച്, 8:30 to 9:30, അല്ലെങ്കിൽ ഒരു 8 to 9 എടുക്കുക. ഒരു ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ 8 to 9 എടുക്കായിരുന്നു. സോ നിങ്ങളുടെ ആ ഒരു പ്രെയർ, പിന്നെ കുട്ടികളെ പഠിപ്പിക്കൽ, ഭക്ഷണം ഒക്കെ ആ ഒരു ടൈം 8-നുള്ളിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന വിചാരിക്കാമായിരുന്നു. ബട്ട് unfortunately I couldn't do that. Like 2 classes ഉള്ളത് കാരണം 9:30 ശേഷം ഒരു ക്ലാസ് എടുക്കാവുന്നതാണ്. It's too tough for me and for others also. മറ്റുള്ളവരെ ട്രബിൾ ആവുമല്ലോ. Okay, anyway, hopefully I can take the class in your own regular time on next week onwards. Okay, fine. So thought of the day sign in ഒന്നുമില്ല. പ്രോബ്ലം എന്തായിരുന്നു മാമിന്? എന്റെ ഹസ്ബൻഡിന്റെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെ, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കൊളാപ്സ്ഡ് ആവുക തന്നെ ചെയ്തു.
കിഡ്നി ഡിസ്ഫങ്ഷൻ ആയിരുന്നു. ഓ ഓ ഐസിയുലായിരുന്നു. ഫസ്റ്റ് കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. സോഡിയം പൊട്ടാസ്യം ലെവലൊക്കെ ഇംബാലൻസ് ആയി. പിന്നെ എന്താ പറയാ, ഈ ക്രിയാറ്റിൻ ഭയങ്കരമായിട്ട് കൂടി, യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ കുറഞ്ഞു, ഭയങ്കരമായിട്ട് എഡിമ, ഫുൾ ബോഡി നീര് വെച്ചു. അങ്ങനെ അച്ഛന് അനങ്ങാൻ പറ്റാണ്ട് എണീക്കാൻ പറ്റാണ്ടൊക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ മാറി. പക്ഷെ വീണ്ടും 2 days കഴിഞ്ഞപ്പോ റൂമിലേക്ക് കൊണ്ടുവന്ന് 2 days കഴിഞ്ഞപ്പോ വീണ്ടും കൊളാപ്സ്ഡ് ആയി. വീണ്ടും ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഇപ്പൊ റൂമിലാണ്. സാറ്റർഡേ അല്ല, ഈ ബുധനാഴ്ച ഡിസ്ചാർജ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് നടത്തിച്ചു. സോ നോ പ്രോബ്ലം. ബോഡി ബാലൻസിങ് ഒക്കെ ഉണ്ട്, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോഡീനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാലൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഐ തിങ്ക് അവര് ആക്ച്വലി ഇവിടെ ഞങ്ങളുടെ കൂടെ അല്ല. സോ ഡിസ്ചാർജ് ആയിട്ട് ഇനിയിപ്പോ ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയായിരുന്നു. ഞാനും അമ്മയും മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. കാരണം ഹസ്ബൻഡിന് ആ സമയത്ത് ഭയങ്കര പനിയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സോ അതായിരുന്നു. എനിവേ മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ക്ലാസ്സസ് കുറച്ച് ഇനീഷ്യലി, പിന്നെ അതൊക്കെ നൈറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി. ഓക്കെ, സോ നിങ്ങൾക്ക് സൈൻ ഇന്നും തൊട്ടടിയൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കണം. എനിക്ക് തോന്നുന്നു കുറച്ച് ന്യൂ കമേഴ്സ്, ന്യൂ ഫേസസ്, ന്യൂ പ്രൊഫൈൽ നെയിംസ് ഒക്കെ വന്നിട്ടുണ്ടാകും ഈ ടൈം ആയതുകൊണ്ട്. സോ they can do sign in and thought for the day from their side. ആരെങ്കിലും ഉണ്ടോ? Anything you want to share, you can please. ആരുമില്ല? ഓക്കെ, സോ നമുക്ക് യെസ് പ്ലീസ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ CPM-ന്റെ നേതാവ് VS അച്യുതാനന്ദൻ ലീഡർഷിപ്പ് കൊണ്ട് മഹാതിളങ്ങി നിന്നൊരു മനുഷ്യൻ, രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയാ നല്ലൊരു വ്യക്തിത്വം, രാഷ്ട്രീയം എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ച ഒരു വ്യക്തി. ഒരു പരിപ്പുവടയും ചായയും, അതിനപ്പുറത്തേക്ക് ഒരു ലോകം അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് മുന്നിൽ ഇന്ന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഒരു നിമിഷം അദ്ദേഹത്തിനായി എല്ലാവരും കൊടുക്കണമെന്നും അപേക്ഷിക്കുന്നു. തീർച്ചയായും എനിക്ക് ഓക്കെയാണ്, നോ പ്രോബ്ലം. ബിക്കോസ് ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് വലിയ ചായമൊന്നുമില്ല. ബട്ട് പേഴ്സണലി ഐ ഡു റെസ്പെക്ട് ഹിം വെരി വെരി ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഗ്രേറ്റ് പേഴ്സൺ. ലൈക്ക് എന്താ പറയാ, അങ്ങനെ ഉള്ള രീതിയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന പൊളിറ്റിക്സിലുള്ള ചില വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെങ്കിലും അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിക്കണ കാലം മുതലേ അദ്ദേഹത്തിന്റെ നല്ല നല്ല ആശയങ്ങൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയം ഒരിക്കലും പറയില്ല, പക്ഷെ അദ്ദേഹം എന്ന വ്യക്തിയെ രാഷ്ട്രീയത്തിൽ വളരെയധികം ആരാധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മനുഷ്യർ കണ്ടുപഠിക്കേണ്ടതാണ്. ഏത് രാഷ്ട്രീയക്കാരനായാലും എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന് അപ്പുറം ഒരു വ്യക്തിത്വം ഇന്ന് കാണിക്കാൻ ആരും തയ്യാറാവാറില്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അച്ഛനമ്മ അവരിലെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് പൊളിറ്റിക്സിൽ തിളങ്ങി നിൽക്കുന്ന പലർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആരും അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നോ ഒഫൻസ് പ്ലീസ്. ഓക്കെ, എനിവേ വിത്ത് ഓൾ റെസ്പെക്ട്, let us just as Prasida said, we can give him as an honor 1 or 2 minutes, right? Adalle Prasida udeshe. Silent prayer. Okay. Okay, we can start. So, നിങ്ങളുടെ കോർ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഇസ് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ആൻഡ് മോണ്ടിസോറി ഫിലോസഫി ഓൾസോ. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് അതൊരു റെഫറൻസ് ആണെന്ന് എപ്പോഴും ഞാൻ പറയും. അത് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, അതിൽ നിന്നും എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. സോ ദിസ് ഇസ് എ ബെസ്റ്റ് റെഫറൻസ് ഫോർ ദാറ്റ്. മറിയ മോണ്ടിസോറിയുടെ ഒരു ബയോഗ്രഫിക്കൽ, അവരുടെ ഒരു ആത്മകഥാംശമുള്ള
അതായത് മറിയ മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്ത് തുടങ്ങി ഉള്ള പല കാര്യങ്ങളും അവര് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, അത് കുട്ടികൾക്ക് കൊടുത്തപ്പോ കിട്ടിയ റിഫ്ലക്ഷൻസ് എല്ലാം ഈ ബുക്കിലുണ്ട്. പിന്നെ മോണ്ടിസോറി മെത്തേഡ് ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്യൻ കൺട്രീസിലും പല ഭാഗങ്ങളിലും അപ്ലൈ ചെയ്തപ്പോ അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ബുക്കില് അവര് റെക്കോർഡിക്കലി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു റെഫറൻസ് ആണ്. ഞാൻ ഇന്ന് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങുമായിരുന്നു. അന്നത്തെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു ഒരു 300 താഴെ ഓഫർ പ്രൈസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതില് പ്രിന്റഡ് പ്രൈസ് കാണുന്നത് 325 രൂപയാണ്, 325 ആണ്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് റെഫറൻസ്. നമ്മളുടെ PDF-ല് നല്ലതുപോലെ കണ്ടന്റ് ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഓൺ വൺ കോപ്പി. പിന്നെ ടെക്സ്റ്റിലെ ചില കാര്യങ്ങൾ പലപ്പോഴും കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം. നിങ്ങൾ ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അത് വ്യത്യാസങ്ങൾ കാണാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മറിയ മോണ്ടിസോറി ഒക്കെ ജനിച്ചിരുന്ന സമയത്ത് ഇന്നത്തെ പോലെ ഡിജിറ്റൽ വേൾഡ് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല അല്ലെ. അന്ന് ആരെങ്കിലും എഴുതി വെക്കുന്നത് അങ്ങനെ ഉള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എടുത്തു വെച്ച പിക്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഡിജിറ്റൽ വേൾഡിന്റെ ആ ഒരു ടെക്നോളജി അത്രയും വളർന്ന ഒരു ടൈം ആയിരുന്നില്ല, ഒരു 19th സെഞ്ചുറി ഒക്കെ. അപ്പോൾ ഇപ്പോഴുള്ള പല അനലിസ്റ്റുകളും ഇതുപോലെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചോ ചൈൽഡ് സൈക്കോളജിയെ കുറിച്ചൊക്കെ അവർ പഠിക്കാൻ തുടങ്ങുമ്പോൾ, റിസർച്ച് ചെയ്യുമ്പോൾ അവർ പലപ്പോഴും ഇങ്ങനെയുള്ള സൈക്കോ അനാലിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് അവർ റെഫറൻസിന് എടുക്കുമല്ലോ, ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ഇപ്പോഴുള്ളവര് വളരെ കോൺട്രഡിക്ഷൻ ആയിട്ട് പല കാര്യങ്ങളും, ഇതല്ല ശരി, ഇതാണ് ശരി, അങ്ങനെയുള്ള കാര്യത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചിലതൊക്കെ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മറിയ മോണ്ടിസോറി അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സംഘടന, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നും പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് സൗത്ത് അമേരിക്കയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോ പല അനലിസ്റ്റുകളും പറയുന്നു അത് സ്റ്റാർട്ട് ചെയ്തത് മറിയ മോണ്ടിസോറി അല്ല, സ്റ്റാർട്ട് ചെയ്തത് വേറൊരാളുടെ പേര് പറയേണ്ടായിരുന്നു, അദ്ദേഹമാണ്. മറിയ മോണ്ടിസോറി അതിന് വേണ്ടുന്ന ചില സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, ഫൗണ്ടേഷൻസ് ഒക്കെ ഇട്ടിരുന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. സോ അത് forget about that. നമുക്ക് മെത്തേഡും അതിന്റെ ആപ്ലിക്കേഷൻസും ആണ് അറിയേണ്ടത്. നമുക്കിത് സ്ഥാപിച്ച വർഷം അതൊന്നും നമ്മളെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആ ഒരു കാലഘട്ടത്തിൽ നടന്നു, 19th സെഞ്ചുറിയിൽ നടന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ മെത്തേഡ്, അതിന്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്തോറും അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ മോണ്ടിസോറി മെത്തേഡും മോണ്ടിസോറി മെറ്റീരിയൽസും അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. പാർട്ട് 3 എടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ, ദാറ്റ് ഈസ് മോഡ്യൂൾ 3 കൂടെ അതിന്റെ ഒപ്പം പാരലൽ ആയിട്ട് എടുക്കും. എന്നിട്ട് ലൈക്ക് പാരലൽ ആയിട്ട് അതിനൊപ്പം പോകും. കാരണം ഈ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസും മോണ്ടിസോറി മെത്തേഡും നമ്മൾ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ്, അതായത് മോണ്ടിസോറി അപ്പാരറ്റസ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അത് മാത്രമല്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് ആ ടൈമിലാണെങ്കിൽ അത് വളരെ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഹെൽപ്പായിരിക്കും അത്. പിന്നെ സ്കൂൾ തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാര്യം ക്ലിയർ ആവും. സാധാരണ നമ്മൾ മോഡ്യൂൾ 1 കഴിഞ്ഞിട്ടാണ് ഈ മോഡ്യൂൾ 3 എടുക്കുന്നത്, അതായത് പ്രാക്ടിക്കൽസ് എടുക്കുന്നത് മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച്. പക്ഷെ പാർട്ട് 3യുടെ ഒപ്പം തന്നെ അത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. കാരണം പാർട്ട് 3 എടുക്കുന്നതിനൊപ്പം തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് എടുക്കുന്നതിനൊപ്പം, മെത്തേഡ് എടുക്കുന്നതിനൊപ്പം മറ്റുള്ള ടീച്ചേഴ്സ് അതിന്റെ ഡെമോ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഞാൻ പാർട്ട് 3യിലെ 3rd യൂണിറ്റ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 1 and 2 ഒക്കെ അപർണ മിസ്സോ ആരെങ്കിലും ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എനിവേ, third unit is law of natural development, I think. Okay, human babies ഉം animal babies ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മുടെ വീട്ടിലൊക്കെ പണ്ട്
ഞാൻ ചെറുതായിരുന്നപ്പം എന്റെ വീട്ടിലുണ്ടായിരുന്നു പശുക്കുട്ടി. ഈ പശു ഉണ്ടായിരുന്നു. പശു അങ്ങനെ പ്രസവിക്കുമ്പോ, പശുക്കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ആനിമൽ ബേബീസ് പെട്ടെന്ന് ഓടുന്നു, ഓരോ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട്. ഹ്യൂമൻ ബേബീസ് പക്ഷെ പെട്ടെന്ന് എഴുന്നേറ്റ് പോലും ഒന്നും ചെയ്യില്ല. കുറെ നാളെടുത്തിട്ടാണ് അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് തല തന്നെ നേരെ ഇരിക്കുന്ന പോലും കുറെ. അവർക്ക് സപ്പോർട്ട് വേണം അല്ലെ, കുറേ കാലം. പക്ഷെ അനിമൽ ബേബീസ്, പശുക്കുട്ടി, ആനക്കുട്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരങ്ങ് എണീറ്റൊന്ന് വേച്ചൊന്ന് നടന്ന് പെട്ടെന്നായിരിക്കും ഓടുന്നതും. പാല് സക്ക് ചെയ്യാനൊന്നും അവർക്കാരും പറഞ്ഞു കൊടുക്കേ വേണ്ട, അവരത് ചെയ്ത് കഴിയും. പക്ഷെ ഹ്യൂമൻ ബേബീസിന് ഫസ്റ്റ് ഇനീഷ്യലി അവർ കണ്ണൊന്നും ശരിക്കും തുറന്നിട്ടേ ഉണ്ടാവില്ല അല്ലെ. ആ തല ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പാല് സക്ക് ചെയ്യാനായിട്ട് അവരെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കണം തോന്നുന്നു. എന്നാൽ മാത്രമാണ് അവര് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ. ഓക്കെ, പിന്നെ സംസാരിക്കുന്നില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ഡിമാൻഡ്സ്, നീഡ്സ് വേണമെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ ആ കുഞ്ഞു പ്രായത്തിൽ പറ്റില്ല. കുറേ ദിവസം കഴിയുമ്പോൾ ഈ ഹെഡ് സപ്പോർട്ട് ശരിയാവണത്. പിന്നെ അവർ എല്ലാം കിടക്കുവാണ് അല്ലെ. ആ സമയത്തൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഉറക്കാനും എല്ലാത്തിനും സപ്പോർട്ട് വേണം. പിന്നെ ഇത് ഒരു വയസ്സൊക്കെ ആവുമ്പോഴാണ് ഒരു ഇൻഡിപെൻഡന്റ് ആകുന്നതിന്റെ ചെറിയ തുടക്കം തുടങ്ങുന്നത്. അപ്പൊ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം, ഷൂ ഞാൻ ഇട്ടോളാം, ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഉണ്ടാവും, ഡ്രസ്സ് ഞാൻ ഇട്ടോളാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പറയും അല്ലെ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കാങ്കറുവിന്റെ പ്രത്യേകത എന്താ, ഒരു പൗച്ചുണ്ട്. അമ്മയുടെ മദർ കാങ്കറൂവിന് ഒരു പൗച്ചുണ്ട്. ഈ ബേബി ഉണ്ടാകുമ്പോ ബേബിയോട് ആരും പറഞ്ഞു കൊടുക്കണ്ട, ആ പൗച്ച് നിനക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അത് അമ്മ ഡെലിവറി ആയി കഴിഞ്ഞ് ഉടനെ തന്നെ ഈ ബേബി ചാടി അതിനകത്ത് കയറിയിരിക്കും. സോ അതൊക്കെ മീൻസ് പിന്നെ സീ ടർട്ടിൽ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ബീച്ച് സൈഡില് മുട്ടയിടും. ബീച്ച് സൈഡിൽ മുട്ടയിട്ടിട്ട് അതങ്ങ് പോവും. ഈ മുട്ട വിരിഞ്ഞുള്ള കുഞ്ഞുങ്ങളോട് ആരും പറഞ്ഞു കൊടുക്കണ്ട അവരുടെ വീട് സീ ആണെന്ന്. അവര് നേരെ വിരിഞ്ഞ് നേരെ കടലിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അവര് കേപ്പബിൾ ആണ്. ബട്ട് ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ് കമ്പയർഡ് ടു അനിമൽ ബേബീസ്. അപ്പോ മറിയാം മോണ്ടിസോറി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കുട്ടികൾ അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോ അതിന് എന്താ പേര് പറയുന്നത്? എംബ്രിയോ അല്ലെ, ഭ്രൂണം എന്ന് പറയാറില്ലേ, എംബ്രിയോ. ദാറ്റ് മീൻസ് ഒരു ജീവനുള്ള ഒരു എന്താ പറയാ, ഒരു മാസ്, അങ്ങനെ ഒരു ഇതല്ലേ. ഒരു 9 months എടുക്കുമ്പോഴാണ് ഫുൾ ബോഡിയുടെ ഓർഗൻസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് എല്ലാം ഷേപ്പ് ആകുന്നത്. 9 months ആവുമ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ കുട്ടി പുറത്തേക്ക് വരുന്ന നമ്മൾ പറയുന്നു അല്ലെ, ഡെലിവർ ആകുന്നു. അപ്പൊ മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടി 9 months കഴിഞ്ഞ് അമ്മയുടെ മുമ്പിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴും ഈ കുട്ടിയുടെ ഫിസിക്കൊക്കെ ആയിട്ടുണ്ട്, എല്ലാം കൈയും കാലും മൂക്കും കണ്ണും എല്ലാമായി. പക്ഷേ മനസ്സപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതായത് സ്പിരിച്വൽ എംബ്രിയോ. ആ മൈൻഡിനെ മറിയ മോണ്ടിസോറി വിളിച്ച പേരാണ് സ്പിരിച്വൽ എംബ്രിയോ. അപ്പൊ മനസ്സപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്ന് മോണ്ടിസോറി പറയണമെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സ് വളർന്നിട്ടില്ല അല്ലെ. നമ്മൾ ചില ആളുകളെ പറയില്ലേ, ശരീരം ഉണ്ടെന്നേ, രൂപം വലുതാണെന്നേ ഉള്ളൂ, മനസ്സിപ്പോഴും വളർന്നിട്ടില്ല എന്ന് നമ്മൾ കളിയാക്കി പറയില്ലേ. ആക്ച്വലി മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അവരുടെ മനസ്സ്, മൈൻഡ് അപ്പോഴും ഡെവലപ്പ് ആയിട്ടില്ല. ആ മൈൻഡ് ഡെവലപ്പ് ആകാനായിട്ട് സമയമെടുക്കും. ഈ മൈൻഡ് ഡെവലപ്പ് ആവുമ്പോഴാണ് ഇവരുടെ ബുദ്ധി, ലാംഗ്വേജ് എല്ലാം, അങ്ങനെയുള്ള ബാക്കി എല്ലാ ഡെവലപ്പും ഈ മൈൻഡിന്റെ ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനവർക്ക് സമയമെടുക്കും. പിന്നെ ചില കണ്ടീഷൻസ് നെസസറി ആയിട്ട് വേണം, എന്നാൽ മാത്രമാണ് ഇവരുടെ മൈൻഡ് ഡെവലപ്പ് ആകുള്ളൂ. അതായത് അവർ ജീവിക്കുന്ന സാഹചര്യം, എൻവിയോൺമെന്റ്, അതിനനുസരിച്ച് നല്ല ഹെൽത്തി എൻവിയോൺമെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് ശരിയായ പ്രോസസ്സിലൂടെ നടന്നു പോകുള്ളൂ. ഇനി അത് മാത്രല്ല, ഈ കുട്ടിയുടെ മൈൻഡ് എന്ന് പറയുന്നതിന് പല വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചെറിയ പ്രായത്തില് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇതിനൊരു ഓർമ്മയുണ്ടാവില്ല. അതായത് ആഫ്റ്റർ 3 years, ആ 3 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടിക്ക് മെമ്മറി വരുന്നത്. 3 വയസ്സിന് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഐക്യമായിരിക്കും. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ 3 വയസ്സിന് താഴെയുള്ള സംഭവങ്ങൾ? പിന്നെ എങ്ങനെ ഓർക്കുന്നേ? കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് അല്ലേ ആ ടൈമല്ല.
ഇനി എന്റെ ഹസ്ബൻഡിന് ഓർമ്മയുണ്ടായിരുന്നു 3 വയസ്സിന് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പോഴും ഇരുന്ന് പറയും. 2-2.25 വയസ്സിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഐക്യം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളിലൊന്നും ഓർക്കൊന്നും വലിയ സെൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ, അപ്പൊ ഇങ്ങനെ പറയണേക്കെ എനിക്ക് ആ സമയത്തെ കാര്യം ഓർമ്മയുണ്ട്, ഗൾഫിൽ പോയതും ലീവ് കഴിച്ചതും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പറയണ്ടേ. ഓക്കെ, വളരെ കുറച്ച് പേര് ഉണ്ടാവായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾക്ക് ഓർമ്മയുണ്ടാവില്ല, ബട്ട് ഇറ്റ്സ് ദയർ, അത് ഇംപ്രഷൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ബട്ട് 3 years കഴിയുമ്പോൾ കുട്ടികളുടെ ഒരു ഗ്രോത്ത് ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആ 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ഡെവലപ്മെന്റിന്റെയും ഫൗണ്ടേഷൻസ് നല്ല സ്ട്രോങ് ആവുന്ന സമയം ആ 3 to 6 years. അതുകൊണ്ടാണ് മറിയാം മോണ്ടിസോറി 3 to 6 years ഏജ് സ്പാനിലുള്ള കുട്ടികളിൽ ഈ മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്തത്. മറിയാം മോണ്ടിസോറി ശരിക്കും മോണ്ടിസോറിയുടെ ഹിസ്റ്ററി ഒക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ബ്രീഫ് ചെയ്യാം. അവര് വളർന്നു വന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമില് യൂറോപ്യൻ കൺട്രീസിൽ പോലും പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വളരെ കുറവ് കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എഡ്യൂക്കേഷൻ അങ്ങനെ കൊടുക്കാറില്ല, ഹയർ സ്റ്റഡീസിലേക്ക് പോകാറേ ഇല്ല. പക്ഷെ മോണ്ടിസോറിയുടെ പാരന്റ്സ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവർക്ക് താല്പര്യമായിരുന്നു മോണ്ടിസോറിയെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ മറിയ മോണ്ടിസോറി ആദ്യം ടെക്നിക്കൽ സൈഡിലേക്കാണ് പോയത്, സംതിങ് ലൈക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് പോലെ എത്തും. പക്ഷെ അവർക്കത് താല്പര്യം തോന്നിയില്ല. അങ്ങനെ അവർ മെഡിസിൻ ഫീൽഡിലേക്ക് പോവുമായിരുന്നു. ഈ മെഡിസിൻ ഫീൽഡിലേക്ക് പോയ സമയത്ത് അവർക്ക് ഭയങ്കര അധികം ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ബാച്ചില് ഒരേ ഒരു പെൺകുട്ടി അവരായിരുന്നു. കാരണം പെൺകുട്ടികൾ ആ ഒരു ഫീൽഡിലേക്ക് പോകാറില്ല, കാരണം അത്രയും ഹയർ സ്റ്റഡീസിന് പോകാറില്ല. അത് തന്നെ മെയിൻ കാരണം. അപ്പൊ ഇവരുടെ കൂടെ ബാക്കിയുള്ളതെല്ലാം ബോയ്സ് ആയിരുന്നു. ആ ഒരു ഭയങ്കര ചലഞ്ചായിരുന്നു അവർക്ക്. അപ്പൊ ബോയ്സിന്റെ കൂടെ പഠിക്കാന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡൻസ് നമുക്കറിയാം, അവർക്ക് അനാറ്റമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനാറ്റമി ലാബില് കെഡാവർ, അത് കോപ്സ് ഉണ്ടാകും, ഡെഡ് ബോഡീസ് ഉണ്ടാകും. അത് അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഓർഗൻസിനെ പറ്റി പഠിക്കുന്നതാണല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ കോമണിലും സ്പിരിറ്റിലൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് ഉണ്ടാവും. ഈ ഡെഡ് ബോഡീസ് ഫുള്ളി നേക്കഡ് ആയിരിക്കും. അപ്പൊ ബോയ്സിന്റെ അടക്കി ചിരിക്കും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ പോലെ വളരെ വൈഡായിട്ട് ഉള്ള എന്താ പറയാ മനോഭാവമുള്ള ആൾക്കാരായിരുന്നു കാണില്ലല്ലോ അപ്പോഴുള്ളത്. യൂറോപ്യൻ കൺട്രിയാണ് നോക്കണം, ഇറ്റലിയില്. അപ്പൊ പക്ഷെ അതൊക്കെ അവര് ഫേസ് ചെയ്ത ഒരു ചലഞ്ചായിരുന്നു. കാരണം ഇങ്ങനെ ബോയ്സിന്റെ കൂടെ നിന്ന് ഒരു ഡെഡ് ബോഡിനെ പഠിക്കുന്നതും ഹ്യൂമൻ അനാറ്റമി മുഴുവൻ പഠിക്കുന്നതൊക്കെ ഇവര് ഫേസ് ചെയ്തൊരു ചലഞ്ചായിരുന്നു. മോണ്ടിസോറി പക്ഷെ ഇതെല്ലാം പഠിച്ചു. കാരണം അവർക്ക് നല്ലൊരു സപ്പോർട്ട് അവരുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. ഇവർക്ക് കൂടുതലും കുട്ടികളുടെ ഡെവലപ്മെന്റിലെ കാര്യങ്ങളിൽ പഠിക്കാനായിരുന്നു താല്പര്യം, നമ്മുടെ പീഡിയാട്രി എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇവർക്ക് മനസ്സിലായി കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന ഫാക്ടേഴ്സ്, പിന്നെ ഏത് ഏജിലാണ് കുട്ടികൾ, എങ്ങനെയാണ് അവർക്ക് ആ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ചില ആക്ടിവിറ്റീസ് എല്ലാം ഇവര് ഡിസൈൻ ചെയ്തു. അപ്പൊ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണുള്ളൂ. അങ്ങനെ ഇവരെ ആദ്യം അപ്ലൈ ചെയ്യുന്നത് സ്പെഷ്യൽ കിഡ്സിലാണ്. സ്പെഷ്യൽ കിഡ്സ് നിങ്ങൾക്ക് അറിയാലോ. സ്പെഷ്യൽ കിഡ്സ് വെച്ചാൽ അവർക്ക് ചില ഡിസബിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ ചില കാര്യങ്ങളിൽ അവർ ഷാർപ്പായിരിക്കും. അപ്പൊ അവരുടെ ഡിസബിലിറ്റിയുടെ ഒരു ഗ്രേഡ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഇവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുകയായിരുന്നു മറിയാം മോണ്ടിസോറി ചെയ്ത്. ഏകദേശം ഒരു 60 to 65 കുട്ടികൾ ഉണ്ടായിരുന്നു ആ ഒരു കാറ്റഗറിയിൽ പെട്ടത്. അവരിൽ നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ മറിയാം മോണ്ടിസോറി ഓർത്തു, ഇവർക്ക് സ്പെഷ്യൽ കുട്ടികളിൽ നല്ല റിസൾട്ട് വന്നപ്പോ സാധാരണ നോർമൽ കുട്ടികളിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ഇവര് ചെയ്ത ആക്ടിവിറ്റീസ് എന്തായാലും ഗവൺമെന്റ് അതോറിറ്റീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പൊ അവരോട് ലോക്കൽ അതോറിറ്റീസ്, ഇവിടെയൊക്കെ മേയർ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, കോർപ്പറേഷൻ അങ്ങനെയൊക്കെ ഏതാവൂടും, ഇവരോട് ആവശ്യപ്പെട്ടു, റിക്വസ്റ്റ് ചെയ്തു. സാൻ ലൊറൻസോ, ഇറ്റലിയിലുള്ള ഒരു സ്ലം ഏരിയ ആണ്, സാൻ ലൊറൻസോയില് ഒരു ഡേ കെയർ സെന്റർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. കാരണം അതൊരു സ്ലം ഏരിയ ആണ്. സ്ലം ഏരിയയുടെ ഒരു കൾച്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. കാരണം അവിടെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും, പിന്നെ എക്കണോമിക് സ്റ്റാറ്റസ് വളരെ ലോ ആയിരിക്കും, പുവർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, കുട്ടികൾ മീൻസ് ഹൈജീൻ ഇഷ്യൂസ് അതൊക്കെ ഉണ്ടാവും. കാരണം പാരന്റ്സ് മോർണിംഗ് തന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകും, അവർക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണമല്ലോ. അങ്ങനെ ജോബിനൊക്കെ പോകുന്ന പാരന്റ്സ് ഒക്കെ ആയിരിക്കും, എന്തെങ്കിലും ലേബർ വർക്കിനൊക്കെ പോകുന്നവരായിരിക്കും. പാരന്റ്സ് രാവിലെ അങ്ങ് പോകുമ്പോൾ കുട്ടികൾ മുഴുവനും
ഒരു വല്ലാത്ത ലൈഫിലായിരിക്കും. സ്കൂളിൽ പോകുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള അവരുടെ കുറെ ആക്ടിവിറ്റീസ് ആയിരിക്കും. പിന്നെ അതുപോലെ വയലന്റ് നേച്ചർ ഉണ്ടാവും, തമ്മിൽ വഴക്കുണ്ടാക്കും, അങ്ങനെ ഒരു ഡിസ്ട്രോയിങ് ക്യാരക്ടറും അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ ആയിരിക്കാം ആ ഒരു സ്ലം ഏരിയയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ഹാബിറ്റേറ്റ് ചെയ്യണം. അതിനുദ്ദേശിച്ച് അവരെ ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രഷ് പോലെ, ഒരു ഡേ കെയർ പോലെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് മറിയ മോണ്ടിസോറി ആദ്യമായിട്ട് സാൻ ലൊറൻസോയില് ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് സ്കൂൾ എന്നൊന്നും പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. സ്കൂൾ എന്നും ക്ലാസ് റൂം എന്ന് പറയാനും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല മറിയ മോണ്ടിസോറിക്ക്. അതുകൊണ്ട് അവർ അതിനിട്ട പേരാണ് കാസ ഡി ബാംബിനി. കാസ ഡി ബാംബിനി ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. കാസ ഡി ബാംബിനി. ഈ ചിൽഡ്രൻസ് ഹൗസ്, അതായത് നമ്മൾ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർമ്മയിലേക്ക് എന്താ വരിക? വലിയ ഗേറ്റ് ഒക്കെ ആയിട്ട് കുട്ടികൾ കയറി കഴിയുമ്പോഴേക്കും ഗേറ്റ് അടയ്ക്കുന്നു. പിന്നെ ഓരോരോ ക്ലാസ് റൂമിലേക്ക് ഓരോ ഏജിലുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നു. ക്ലാസ് റൂമൊക്കെ അടച്ചിട്ടിരുന്ന് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു, അല്ലെ? അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ക്ലാസ് റൂം ഉണ്ടായിരുന്നില്ല. അതിന് പകരം മറിയ മോണ്ടിസോറി ചെയ്തത് ഒരു എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അവരുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് അവർ ക്രിയേറ്റ് ചെയ്തു. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. ആ ഒരു എൻവിയോൺമെന്റിൽ ഈ കുട്ടികളെ കൊണ്ടുവന്നു. ഇനീഷ്യലി നമുക്കറിയാം വയലന്റ് നേച്ചറുള്ള കുട്ടികളാണ്, ഡിസ്റ്റർബിങ് ക്യാരക്ടർ, ഡിസ്ട്രോയിങ് ക്യാരക്ടർ, എന്ത് കയ്യിൽ കിട്ടിയാലും വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്ന അൺഹൈജീനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള കുട്ടികളായിരുന്നു. പക്ഷേ പതുക്കെ കുട്ടികൾ അവർക്ക് കൊടുത്ത ആക്ടിവിറ്റീസ് വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാനായിട്ട് തുടങ്ങി. മേ ബി മന്ത്സ് എടുത്തിട്ടുണ്ടാവും, മാസങ്ങൾ എടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവരിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവർ ആ എൻവിയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആയി, പൊരുത്തപ്പെട്ടു. അഡാപ്റ്റേഷൻ, ആ ഒരു അഡാപ്ഷൻ നടന്നു. പെട്ടെന്ന് തന്നെ അവർ വളരെ ഇൻട്രസ്റ്റോട് കൂടി ഈ ആക്ടിവിറ്റികളൊക്കെ ചെയ്തു. ഈ ഓരോ ആക്ടിവിറ്റിയും അവരുടെ ഓരോ ഡെവലപ്മെന്റിനെ സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ആയിരുന്നു. ഈ ആക്ടിവിറ്റീസ് എല്ലാം ഡിസൈൻ ചെയ്തത് 5 ഏരിയകളിലായിരുന്നു. 5 ഏരിയകളിലായിരുന്നു ആക്ടിവിറ്റീസ് എല്ലാം ഡിസൈൻ ചെയ്തത്. അതായത് മറിയ മോണ്ടിസോറി ഈ പ്രിപ്പയർഡ് എൻവിയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഏരിയയിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. ഒന്നാമത്തേത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. ഞാനൊരു ബ്രീഫിംഗ് ആണ്, ആ ലെസണിലേക്ക് വന്നിട്ടില്ല നമ്മൾ. ഓക്കെ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആയിരുന്നു. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമ്മുടെ കിച്ചൺ. നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളുടെ ആ ഏജ്, അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു. ജഗ്ഗിൽ വെള്ളം നിറയ്ക്കുന്നു. പൾസസ്, സിറൽസ്, അങ്ങനെ കടല, പരിപ്പ്, പയർ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കണ്ടെയ്നറിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുമല്ലോ നമ്മളുടെ വീട്ടില്, അത് ചെയ്യിക്കുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ അത് വെള്ളമാണെങ്കിൽ സ്പിൽ ഔട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ പയർ, കടലയൊക്കെ തെറിച്ചു പോവാനായി. അപ്പൊ നമ്മൾ എന്താ സാധാരണ നമ്മളെ വീട്ടിലെ കുട്ടികളോട് നീ ചെയ്യണ്ട, നീ ചെയ്താൽ ശരിയാവില്ല, വെള്ളം അവിടെ മുഴുവൻ വീഴും, അല്ലെങ്കിൽ ഇത് മുഴുവൻ പുറത്തേക്ക് പോകും, അതുകൊണ്ട് നീ ചെയ്താൽ ശരിയാകില്ല എന്ന് ചിലപ്പോ ആരും പറയുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ജനറലി അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ കുഞ്ഞിന്റെ മനസ്സിലെന്താ, ഞാൻ ചെയ്ത ഒന്നും ശരിയാവില്ല, അവന്റെ ആ ഒരു സെൽഫ് എസ്റ്റീം അങ്ങ് താഴും, കോൺഫിഡൻസ് ലെവല് താഴും. അതേസമയം അവന് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് മാറ്റിയെടുത്ത, അതായത് ജഗ്ഗില് വെള്ളം നിറയ്ക്കണമെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള കൊച്ചു ബോട്ടിലോ ചെറിയ മഗ് പോലത്തെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം എടുത്ത് അവൻ നിറയ്ക്കുക. അല്ലെങ്കിൽ ഒരു ഫണല് കൊടുക്കുക. അവന്റെ കുഞ്ഞി കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൊച്ചു പാത്രം വെച്ചിട്ട് ഈ ജഗ്ഗിലേക്ക് വെള്ളം നിറച്ച് ഫില്ല് ചെയ്യാവുന്നത്. ചിലപ്പോ സമയം എടുക്കുമായിരിക്കും, ബട്ട് ആ പ്രോസസ് അവൻ എൻജോയ് ചെയ്യും. അഡൽട്സ് എപ്പോഴും എന്താണ്, അവർക്ക് എൻഡ് റിസൾട്ട്. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ജഗ്ഗിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ആ ജഗ് ഫില്ല് ചെയ്യാന്നുള്ളതല്ലാതെ എൻഡ് റിസൾട്ട് അല്ലാതെ നമുക്ക് അതിൽ പ്രത്യേകിച്ച് വലിയ താല്പര്യമുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെ? അപ്പൊ കുട്ടികൾക്കാവുമ്പോൾ അവർ ആ പ്രോസസ് എൻജോയ് ചെയ്യും, അവരത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. ഇനി അഥവാ സ്പിൽ ഔട്ട് ചെയ്ത് പോയാലും നമ്മള് കിച്ചണിൽ ചെറിയ ചെറിയ നാപ്കിൻസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവൂലേ, അതെടുത്തത് തുടയ്ക്കാനായിട്ട് അവര് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ വെള്ളം തെറിച്ചു പോയാലും അത് ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളത് അവർക്ക് കിട്ടും. പിന്നെ കടല, പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിലേക്കൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ തെറിച്ചു പോകാൻ ചാൻസസ് ഉണ്ടല്ലേ. അപ്പൊ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രേ പ്രൊവൈഡ് ചെയ്യുക.
കുറച്ച് വലിപ്പമുള്ളത് ഒരു ട്രേ പ്രൊവൈഡ് ചെയ്യുക. ട്രേയുടെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് ഇത് പതുക്കെ അതിലേക്ക് ഫില്ല് ചെയ്യാൻ പറയും. തെറിച്ച് ട്രേയിൽ വീണ് കഴിഞ്ഞാൽ അവർക്കത് പിക്ക് ചെയ്ത് കണ്ടെയ്നറിലേക്ക് ഇടാനായിട്ട് പറ്റും. പിക്ക് ചെയ്യുന്ന സമയത്ത് അവർ കൗണ്ട് ചെയ്തോട്ടെ. സോ അവർ കൗണ്ടിങ്ങും പഠിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കും. കൈമുറിയും എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കില്ല. ബട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊരു ഡയറക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല കറക്റ്റ് ആയിട്ട് അത് ശ്രദ്ധിച്ച് അവർ കട്ട് ചെയ്യും. പിന്നെ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മുറിച്ചുകൾ കട്ട് ചെയ്തൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ശ്രദ്ധിച്ച് അവരത് ചെയ്യും. പിന്നെ ഇപ്പൊ കുറെ പ്രോഡക്ട്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗറിൽ ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെ ഉള്ള കുറെ പ്രോഡക്ട്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർക്കത് ചെയ്യാനായിട്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയാറില്ലേ? കുട്ടികളെ ഇതിനെ പറഞ്ഞ് മേടിപ്പിക്കണില്ലേ? പിന്നെ അത് ചെയ്യിക്കാം. പിന്നെ ലൈം ജ്യൂസ്, ലെമണൈഡ് ഉണ്ടാക്കാൻ, ആ ജ്യൂസ് ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കാം. പിന്നെ എല്ലാം ടേസ്റ്റ് ചെയ്യാലോ, ഉപ്പ്, പുളി, മധുരം എന്ന് വേണ്ട എല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആ കിച്ചൺ ഏരിയ എന്ന് അവർ പഠിക്കുന്നു. എരിവ് എന്താന്നുള്ളതും എല്ലാം അവർ പഠിക്കുന്നു. അപ്പൊ ഏജിനനുസരിച്ച്. അപ്പോൾ ഈ നാപ്കിൻസ് യൂറോപ്യൻ കൺട്രീസിൽ കൂടുതലും ഈ കിച്ചൺ നാപ്കിൻസ് ടവൽസ് ഒക്കെ യൂസ് ചെയ്യൂലേ? കാരണം അവർ ഭക്ഷണം കഴിക്കുമ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ ബിബ് പോലെ കിട്ടും. വലിയ ആൾക്കാർ അവരുടെ മടിയിൽ ലാപ്പിൽ ഇങ്ങനെ അതങ്ങനെ അൺഫോൾഡ് ചെയ്തിടും. അപ്പൊ ഇതിന്റെ നാപ്കിൻസിന്റെ ഫോൾഡിങ്ങും അൺഫോൾഡിങ്ങും അവർ പഠിക്കും. ഇതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് കിട്ടുന്നത്. ദെൻ വരുന്നത് സെൻസോറിയൽ ഏരിയ. നമുക്കറിയാം നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5 അല്ലെ? ഏതൊക്കെയാണ്? ഐ, ഇയർ, നോസ്, ഐ അല്ലെ? നമ്മൾക്ക് കാണാൻ വിഷ്വൽ സെൻസ് അല്ലെ? ഇയർ നമ്മൾ കേൾക്കുന്നത്, ഓഡിറ്ററി സെൻസ്. സ്മെൽ ചെയ്ത് നമുക്ക് ചില കാര്യങ്ങൾ പിടികിട്ടും, ഓൾഫാക്ടറി സെൻസ് അല്ലെ? പിന്നെ ടേസ്റ്റ് ചെയ്യുന്നത്, സോ ഗസ്റ്റേറ്ററി സെൻസ്, ആ ടേസ്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നു, അതുണ്ട്. പിന്നെ ടച്ച്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, അത് കിനസ്തെറ്റിക് സെൻസ് അല്ലെങ്കിൽ ടാക്ടൈൽ സെൻസ്. ഈ ടച്ച് തന്നെ പിന്നെയും സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇരിക്കുന്നു, നമ്മളതിനെ തൊട്ട് നോക്കുമ്പോൾ സ്മൂത്ത് ആണെങ്കിൽ സ്മൂത്ത് ആണെന്ന് നമുക്ക് മനസ്സിലാകും, റഫ് ആണെങ്കിൽ റഫ് ആണെന്ന് മനസ്സിലാകും. ഇനി അത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ വെയിറ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ വെയിറ്റ് മനസ്സിലാകും, ബാരിക് സെൻസ് അല്ലെ? അത് മനസ്സിലാകും. ഇനി എന്തെങ്കിലും ടെമ്പറേച്ചർ ഡിഫറൻസ് അതിനുണ്ടെങ്കിൽ, ഒരു ബോട്ടിൽ, 2 ബോട്ടിൽ വെച്ചിരിക്കുന്നു. ഒരു ബോട്ടിലില് ചൂടുവെള്ളം, ഗ്ലാസ് ബോട്ടിൽ കേട്ടോ, ചൂടുവെള്ളം വെച്ചിരിക്കുന്നു. വേറൊരു ബോട്ടില് നോർമൽ വാട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വെച്ചിരിക്കുന്നു. ആ ബോട്ടിലിന്റെ പുറത്ത് പിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ മനസ്സിലാവും അല്ലെ? മറ്റേതിൽ പിടിക്കുമ്പോൾ ചൂട് അധികം ഇല്ല. പിന്നെ കോൾഡ് വാട്ടർ, ഐസ് വാട്ടർ, അത് വെക്കുമ്പോൾ അവിടെ കോൾഡ്. അപ്പൊ ആ ടെമ്പറേച്ചർ ഡിഫറൻസസ് നമുക്ക് നല്ലതുപോലെ മനസ്സിലാകും. അപ്പൊ അങ്ങനെ തെർമിക് സെൻസ്, ടാക്ടൈൽ സെൻസ് ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നു, തെർമിക് സെൻസ് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാക്കുന്നു, ബാരിക് സെൻസ് അതിന്റെ വെയിറ്റ് ഡിഫറൻസ് മനസ്സിലാക്കുന്നു, പിന്നെ ലെങ്ത്, സ്മോൾ ലാർജ് കൺസെപ്റ്റ് ഒക്കെ കിട്ടും. ഓക്കെ, ഇതാണ് സെൻസോറിയൽ ഏരിയയിൽ അവർ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും, കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും, തൊട്ട് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് വരുന്നതാണ് സെൻസോറിയൽ ഏരിയയിൽ. നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ എങ്കിലും ചെയ്യൂ, സ്മോള് പതുക്കെ ചെയ്താൽ മതി. കാരണം സ്മോൾ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും, കേർവ്ഡ് ആയിട്ടൊക്കെ വരുന്നോണ്ട്. പക്ഷെ ചില കുട്ടികൾ മലയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ. മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മലയാളം ചെയ്തു, അറബി ചെയ്യാം, നമുക്ക് ഹിന്ദി ചെയ്യാം. അങ്ങനെ നമുക്ക് എന്തൊക്കെ ലാംഗ്വേജ് അവരെ പഠിപ്പിക്കാനുണ്ടോ അതൊക്കെ നമുക്ക് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊണ്ട് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതാണ് സെൻസോറിയൽ ഏരിയ, നമ്മുടെ രണ്ടാമത്തെ ഏരിയ. ദെൻ ലാംഗ്വേജ്. യെസ്, ടച്ചിങ്ങിന്റെ തെർമിക് സെൻസും പിന്നെന്താ പറഞ്ഞ 2 ബാരിക് സെൻസ്, വെയിറ്റ്, ടാക്ടൈൽ സെൻസ്, ടച്ച്. എന്താ വെച്ചാ എന്തൊരു പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ടാക്ടൈൽ, TACTILE. ഇതെല്ലാം നിങ്ങളുടെ 3rd മോഡ്യൂൾ കിടക്കുന്നുണ്ട്.
ചുമ്മാ സമയം കിട്ടുമ്പോ തേർഡ് മോഡ്യൂൾ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. കുറേ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊക്കെ തേർഡ് മോഡ്യൂൾ ആവുമ്പോ അങ്ങനെ വിചാരിക്കണ്ട. ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഒപ്പം തന്നെ തേർഡ് മോഡ്യൂള് സമയം കിട്ടുമ്പോൾ ഓരോ ദിവസവും കാരണം ഓരോ 5 പാർട്ടാണ് തേർഡ് മോഡ്യൂൾ കിടക്കുന്നത്. ഈ 5 പാർട്ടും ഞാനിപ്പോ പറഞ്ഞ ഓരോ ഏരിയ, പ്രാക്ടിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയയിലാണ് നമുക്ക് ഈ ലെറ്റേഴ്സ് നമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് ഏരിയയിൽ മൂവബിൾ ആൽഫബറ്റ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ ബോർഡിൽ ഇപ്പൊ ടീച്ചർ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, കർസീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് പഠിപ്പിക്കുവാണെങ്കിൽ നമ്മളെയൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ബോർഡിൽ എഴുതും, എന്നിട്ട് നമുക്ക് 4 ലൈനിൽ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെയായിരുന്നല്ലേ? അപ്പൊ കുട്ടി ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ അത് കാണുന്നതേ ഉള്ളൂ. അതേസമയം കുട്ടിയുടെ കയ്യിൽ ഈ ആൽഫബറ്റ്സിന്റെ ഓരോരോ എങ്ങനെ തുടങ്ങി Z വരെ ഉണ്ടെങ്കിൽ കുട്ടി അതുകൊണ്ട് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യും, സ്പ്ലിറ്റ് സെന്റൻസ് ഉണ്ടാക്കും, മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കും, സ്ട്രക്ചർ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാകും. വാട്ട് ഈസ് യുവർ നെയിം ഒരു ടീച്ചർ മൂവബിൾ ആൽഫബറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ആൽഫബറ്റ്സിനെയും ഇങ്ങനെ എടുക്കുമല്ലോ. അപ്പൊ കുട്ടി അതിനനുസരിച്ച് ആൻസർ ചെയ്യും. പിന്നെ ഏതെങ്കിലും വേർഡ് എഴുതുമ്പോൾ മിസ്റ്റേക്ക് ആയെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് അതിനെ മാറ്റിയിട്ട് ആ ലെറ്റർ മാറ്റിയിട്ട് അടുത്തത് വെക്കാൻ അങ്ങനെയൊക്കെ പറ്റും. മൂവബിൾ ആൽഫബറ്റ്സ് ആകുമ്പോൾ എവിടെയെങ്കിലും ഫിക്സ്ഡ് ആകുമ്പോൾ അത് പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ലാംഗ്വേജ് ഏരിയയിൽ വരുന്നത്. കൂടാതെ ലാംഗ്വേജ് ഏരിയയിൽ വേറൊരു മെറ്റീരിയൽ ഉണ്ട്. അത് റൈറ്റിംഗ് ആകുന്നതിന് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ എഴുതുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരാം, കർവ്ഡ് ലൈൻസ് വരാം, അതുപോലെ രണ്ടിന്റെ കോമ്പിനേഷൻസ് വരാം. അപ്പൊ അങ്ങനെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ലെറ്റേഴ്സും അങ്ങനെ കാര്യങ്ങൾ. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമ്മൾ അഡീഷൻ ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പേ നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും പഠിപ്പിക്കും. അവിടെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 4 ഉണ്ടല്ലോ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് അവർക്ക് ബോർഡ് ഗെയിംസ് ആണുള്ളത്. ഇവിടെ നമ്മൾ സാധാരണ സ്കൂളുകളിലെ പോലെ ടേബിൾസ് പഠിച്ച് വിരലിലെണ്ണി ഒന്നുമല്ല അവർ ചെയ്തത്. അവർക്ക് ബോർഡാണ് അവിടെ ഉള്ളത് ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ചാർട്ടൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് അവർ ഈ ടേബിളൊക്കെ നോക്കി ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നു. അബാക്കസ് അതിന്റെ ഒരു വേർഷനായിട്ട് എക്സ്ട്രാ പഠിക്കുന്നുണ്ടല്ലോ കുട്ടികൾ. പിന്നെ അത് കൂടാതെ കൗണ്ട് ചെയ്യാനായിട്ട് അതിന് പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് മറിയ മോണ്ടിസോറിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഗോൾഡൻ ബീഡ്സ്. ആ ഒരു കളർ അത് കുട്ടികളെ വളരെ അട്രാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൗണ്ടിങ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ അഡീഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പിന്നെ കുറെ നമ്പേഴ്സ് ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്യില്ലേ? ഇപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താ ചെയ്ത് കൊടുക്കാറ്? 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ അല്ലെ? 2 അല്ല, നമ്മൾ ചെയിൻ പോലെ 3+4+6+7+9 ആഡ് ചെയ്യാൻ പറയുമ്പോൾ ഈ ബീഡ്സ് യൂസ് ചെയ്തിട്ട് അവർ ഈസി ആയിട്ട് ആഡ് ചെയ്യും. അതൊക്കെ പ്രാക്ടിക്കൽ സെഷനിൽ നമുക്ക് ചെയ്യാം. സ്നേക്ക് ഗെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ 1 തുടങ്ങി 10 വരെയാണ് ബീഡ് സ്ട്രിങ് ഉണ്ടാക്കുന്നത്. അതെല്ലാം പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ ഒന്നുകൂടെ പറയാം. എല്ലാവരോടും അത് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ലൂസ് ബീഡ്സ് യൂസ് ചെയ്യുന്നതിലും സേഫ് ആണ് ബീഡ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ലൂസ് ബീഡ്സ് ആകുമ്പോൾ കുട്ടികൾ അത് വായിലിടാനോ മൂക്കിലിടാനോ അങ്ങനെ ചില അപകടങ്ങളുണ്ട്. കാരണം ഡേഞ്ചർ സോണുമാണ് ശരിക്കും. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. കുട്ടികൾ തന്നെ ചെയ്യാനായിട്ട് അവരെ ഫ്രീഡം കൊടുക്കുന്നു എന്നതിന്റെ അർത്ഥം അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളതല്ല. അവർ ചെയ്യുന്നത് കറക്റ്റ് ഒബ്സർവ് ചെയ്ത് നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. നമ്മളുടെ ഒരു അനാലിസിസ് വേണം ആ ഒരു ഒബ്സർവേഷന് ശേഷം. കുട്ടിക്ക് എന്ത് പ്രോഗ്രസ് ആണ് ഉണ്ടായെന്നുള്ളത് ഈ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന ഈ അനാലിസിസിലേക്ക് ടീച്ചിങ് മാനുവൽ ചെയ്യണമെന്ന് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ സ്കൂളിൽ അവർക്കത് വേണമെന്നുണ്ടാവില്ല. അവർക്ക് ലെസൺ പ്ലാൻ ആയിരിക്കും താല്പര്യം. മോണ്ടിസോറി മെത്തേഡില് ലെസൺ പ്ലാൻ ഇല്ല, ടീച്ചിങ് മാനുവൽ ആണ്. പക്ഷെ നിങ്ങൾ ഒരിടത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഈ അവര് പറയും ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തോളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യണം. എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ ഈ ഓരോ ആക്ടിവിറ്റി കൊടുത്തപ്പോൾ കുട്ടികളുടെ പ്രോഗ്രസ്, അവരുടെ റിപ്പോർട്ട് എന്താന്ന് അതിന്റെ ഒരു റിപ്പോർട്ട്
പിന്നീട് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്ത് ആക്ടിവിറ്റിയാണ് അവിടെ കൊടുത്തത്, അത് കൊടുത്തപ്പോൾ കുട്ടികൾക്കുണ്ടായ മാറ്റം, അവരത് എങ്ങനെ എൻജോയ് ചെയ്തു, അവരത് എങ്ങനെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ടീച്ചിങ് മാനുവലിൽ എഴുതുന്നത്. നമുക്കൊന്ന് മനസ്സിലാകാൻ. ഓക്കെ ഫൈൻ. സോ അതായിരുന്നു മാത്തമാറ്റിക്കൽ ഏരിയ. അപ്പൊ നമ്മളിപ്പോ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ പറഞ്ഞു, സെൻസോറിയൽ ഏരിയ പറഞ്ഞു, ലാംഗ്വേജ് ഏരിയ പറഞ്ഞു, മാത്തമാറ്റിക്കൽ ഏരിയ പറഞ്ഞു. നെക്സ്റ്റ് വൺ സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അവിടെ കൂടുതലും പിക്ചേഴ്സ് ആയിരിക്കും. പിന്നെ ഗാർഡൻ ഉണ്ടാകും, വെജിറ്റബിൾ ഗാർഡൻ കാണും, അല്ലാതെ പുറത്ത് ഗാർഡൻ ഉണ്ടാവും വേറെ. പിന്നെ സാൻഡ് പിറ്റ് ഉണ്ടാകും, പിന്നെ വാട്ടർ പ്ലേ ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ നിറയെ പിക്ചേഴ്സ്, സോളാർ സിസ്റ്റത്തിന്റെ പിക്ചേഴ്സ് ഉണ്ടാകും, ഗ്ലോബ് ഉണ്ടാകും, മാപ്പ് ഉണ്ടാകും. അങ്ങനെ കുറെ കാര്യങ്ങൾ ആണ് സയൻസ് ആൻഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്നത്. അറ്റ്ലസ് ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ്. അങ്ങനെ 5 ഏരിയ ആയിട്ടാണ് മറിയ മോണ്ടിസോറി ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്ന് പറയട്ടെ, ക്ലാസ് റൂമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് റൂം അവർ ഉപയോഗിക്കാറില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരുടെ സ്കൂളിന്റെ പേരായിരുന്നു ചിൽഡ്രൻസ് ഹൗസ്. ആ ക്ലാസ് റൂമിന്റെ അവർ പറഞ്ഞിരുന്നത് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു നക്ഷലിൽ ഞാൻ പറഞ്ഞത് മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച്. ഈ മെത്തേഡ് ഇനി എന്താണെന്നുള്ളതാണ്. പിന്നെ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള ഏജ് സ്പാനിലുള്ള കുട്ടികളാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലുള്ളത്. അതായത് മിക്സഡ് ഏജ് ഗ്രൂപ്പ്. അപ്പോൾ കൊച്ചു കുട്ടികളുമുണ്ട്, സീനിയേഴ്സും ഉണ്ട്. നമുക്ക് അതേസമയം ട്രഡീഷണൽ ഒരു ക്ലാസ് റൂമിൽ LKG ചെന്നാൽ ഒരേ പ്രായത്തിൽ 4 വയസ്സ് 4.5 വയസ്സ് അങ്ങനെ പോകുന്ന ഒരു ഏജ് അല്ലേ, ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അങ്ങനെയാണ് അവർ മുകളിലേക്കുള്ള ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ട്രഡീഷണൽ മെത്തേഡിൽ എന്താ നടക്കുക, ടീച്ചർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്നു. എല്ലാ കുട്ടികളും ഇപ്പൊ മാത്സ് എടുക്കാൻ വന്ന മാത്സ് തന്നെയാണ് ആ ഒരു 20 പേരാണെങ്കിൽ 20 പേരെയും പഠിപ്പിക്കുന്നത്. പക്ഷേ മോണ്ടിസോറി എൻവയോൺമെന്റിൽ, മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടിക്ക് എന്താണോ ഇഷ്ടം അതാണ് അവിടെ ചെയ്യിക്കുന്നത്. ഒരു കുട്ടി ഇരുന്ന് മാത്സിന്റെ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്, ഒരു കുട്ടി ഇരുന്ന് ലാംഗ്വേജ് ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്, ഒരു കുട്ടി നിന്നിട്ട് പ്രാക്ടിക്കൽ ഏരിയയിൽ പോയിട്ട് ലെമണേഡ് ഉണ്ടാക്കുമായിരിക്കും. അങ്ങനെ ഓരോ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് ആക്ടിവിറ്റി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. ഇഷ്ടമുള്ളത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഷെൽഫിൽ പോയിട്ട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇനീഷ്യലി നമ്മളുടെ ഫെസിലിറ്റേറ്റർ, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കണം. അതായത് മോണ്ടിസോറി ഫണ്ടമെന്റൽ ലെസൺ എന്നാണ് അതിന് പറയുന്നത്. ഈ ഡെമോ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടീച്ചർക്കുള്ള വിവരം മുഴുവനും കുട്ടിയോട് പറഞ്ഞ് ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല. അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. അതായത് എന്താണോ കുട്ടിക്ക് ആ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അത് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ബ്രീഫായിട്ട് എന്തിനെ കുറിച്ചാണോ പറഞ്ഞു കൊടുക്കട്ടെ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒബ്ജക്റ്റിവിറ്റി, ആ ഒരു ഒബ്ജക്റ്റീവ് അത് കുട്ടിക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് വലിയ ക്ലാസ് എടുക്കണ പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടി ശ്രദ്ധിക്കില്ല. അവർക്ക് ഇങ്ങനെ ലെക്ചർ ക്ലാസ്സിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ആക്ടിവിറ്റി ചെയ്യണം, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അത് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ക്ലാസ്സിൽ കാണാം. സോ നമ്മളുടെ യൂണിറ്റ് 3 ആണ് ഞാൻ എടുക്കുന്നത്. പാർട്ട് 3 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് 1 and 2 കഴിഞ്ഞോ? 1 and 2 കഴിഞ്ഞോ? കഴിഞ്ഞോ? അതെ. സോ നിങ്ങളുടെ ടേം എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും നല്ല മാർക്ക്. അടിപൊളിയായിരുന്നു. എന്റെ 6 ക്വസ്റ്റ്യൻ എന്തുണ്ടായിരുന്നു തോന്നുന്നു. മാർക്ക് ഉണ്ടായി, പക്ഷെ ക്വസ്റ്റ്യൻസ് ഏതൊന്നും ഓർക്കുന്നു പോലും ഇല്ല. ഇത് കൊള്ളാലോ, ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാർട്ട് 3 യൂണിറ്റ് 7 വരുമ്പോ ഒന്നുകൂടി ഇത് പറയും. പിന്നെ അതുമല്ല പ്രാക്ടിക്കൽ സെഷന്റെ ഒരു
ബ്രീഫിംഗ് എന്നെ ഉണ്ടാവുക. അത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ നൈറ്റ് ക്ലാസ് ആയിരിക്കും വെക്കുക. കാരണം വെച്ചാല് പകല് ജോലിക്ക് പോകുന്നവർക്കും കൂടെ യൂസ്ഫുൾ ആകാൻ വേണ്ടി പ്രാക്ടിക്കൽ മോഡ്യൂൾ 3 ഒരു 1.5 hours ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും. പ്രാക്ടിക്കൽസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽസ് കാണിക്കും. അപ്പൊ ഓരോ ഏരിയയിലെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയും. ഞാൻ ഇനി പാർട്ട് 3 മൊഡ്യൂൾ 3 ഒരു ബ്രീഫിംഗ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 5 ഏരിയയെ കവർ ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നു, ലാംഗ്വേജ് ഏരിയ ഒന്നുകൂടെ പറയാം. സോ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അതായത് കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റ് അതെങ്ങനെയാണെന്നുള്ളതാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അതിനകത്ത് ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. ഇത്ര നേരം റേഡിയോ പോലെ ഞാൻ പറയുമല്ലായിരുന്നോ? പ്ലീസ് നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസസ്. നമ്മളുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണല്ലോ, അല്ലാണ്ട് സബ്ജക്ട് സ്റ്റഡിയും ഒന്നുമല്ല. സോ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യുന്നു. സോ പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസസ്. എന്നാൽ മാത്രമാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ശരിയാവുള്ളൂ. ഓക്കെ, പ്ലീസ് റീഡ് ഫസ്റ്റ് 2 പാരഗ്രാഫ്സ്. Unit 3, Law of Natural Development. Have you noticed the difference between human babies and animal babies? Human babies seems to be more incapable than animals at birth. Animals can walk within hours after birth. Some can swim around the crib like puppies, but human babies can barely do anything at all. They cannot move on their own, and they're so helpless that they can't even lift their own head. They just lay there and cry. Sea turtles, newly devised on the beach, will naturally move toward the ocean. A joy climbs into its mother's pouch upon being born. Why are we born like this? It is because the animals have a special aptitude which help them for their development. In the human child, the instinct was withdrawn to give place to the something higher, to the brilliance and the will of man. Animals have merely to activate their instincts towards their specified behavior, and their psychic life is limited to this. But in man, there is this other fact, the creation of human brilliance. But a human baby is not born with intelligence. It develops as a result of communication with its environment and as the spiritual embryo unfolds the Montessori opinion. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് പറയുമായിരുന്നു അല്ലേ? യെസ്, ഒരു ഡിഫറൻസ് പറയുമായിരുന്നു ഹ്യൂമൻ ബേബീസിന്റെ അനിമൽ ബേബീസിന്റെ. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിരുന്നു. ശ്രീഫ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനാണോ? താങ്ക് യു. Sorry, ma'am. സോ ഇറ്റ്സ് ഓക്കെ. നമുക്കറിയാം അനിമൽ ബേബീസ് അവർ ആ ബേർത്തിന് ശേഷം ഒന്ന് വേച്ചൊക്കെ നടക്കാൻ തുടങ്ങുമെങ്കിൽ പിന്നെ അത് അവരുടെ ബോഡി ബാലൻസ് കറക്റ്റ് ആവും, അവർ ഓടാൻ തുടങ്ങും, അതുപോലെ അവർ കേപ്പബിൾ ആകും. പക്ഷെ ഹ്യൂമൻ ബേബീസ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും മൂവ് ചെയ്യാൻ പോലും പറ്റില്ല, അവരുടെ തലയൊന്നും അനക്കാൻ ഹെൽപ്ലെസ് ആണ്. ഓക്കെ, അവർ അവിടെ കിടന്ന് കരയുള്ളൂ, എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യണത് ത്രൂ ക്രൈ ആണ്. സീ ടേർട്ടിലിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ജോയ്, ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യുക. JOEY ആണ്. കാങ്കറുവിന്റെ ബേബിക്ക് പറയുന്നതാണ് ജോയ് എന്ന്. കിഡ്, കാങ്കറുവിന്റെ കിഡ് ആണ് ജോയ് എന്ന് പറയുന്നത്. JOEY ആണ്. ജനിച്ച് കുറച്ച് കഴിയുമ്പോ തന്നെ അതിനറിയാം ആ അമ്മയുടെ വയറ്റിലുള്ള പൗച്ച് ദാറ്റ്സ് ഫോർ മീ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചാടി കയറിയിരിക്കും അല്ലെ. ഇതെല്ലാം അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ അവരുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ തന്നെയുണ്ട്, ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു ഇൻബോൺ പാറ്റേൺ. പക്ഷെ ഹ്യൂമൻ ബേബിയിൽ ആ ഇൻബോൺ പാറ്റേൺ ഉണ്ട്, പക്ഷെ അത് സമയമെടുത്തേ ഡെവലപ്പ് ആവുള്ളൂ, പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുള്ളൂ. നമ്മള് ഇപ്പൊ പറയാറില്ലേ, നല്ല കഴിവുണ്ട് ആ കുട്ടിക്ക്, പക്ഷെ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യണം. പാട്ടുപാട് നന്നായിട്ട്, പക്ഷെ ഒന്ന് പുഷ് ചെയ്യണം. അത് തന്നെയാണ് ഹ്യൂമൻ ബേബീസിന്റെ കാര്യം. അവരുടെ ഉള്ളിലെല്ലാം ഈ പൊട്ടൻഷ്യൽ ഉണ്ട്,
പക്ഷെ അത് സമയമെടുത്ത് ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് വരണം. അതിന്റെ ഒപ്പം അവരുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റും കൂടെ വരുമ്പോൾ അതാണ് സ്പിരിച്വൽ എംബ്രിയോ എന്ന് മറിയാ മോണ്ടെസോറി ആ മൈൻഡിനെ പറയുന്നത്. അങ്ങനെ സമയമെടുത്താണ് ഈ ഒരു ബ്രില്യൻസ്, ഇന്റലിജൻസ്. ബട്ട് വൺസ് ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഡെവലപ്മെന്റ് നിൽക്കുന്നില്ല. നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് അത് സ്റ്റോപ്പ് ചെയ്യുന്നു, മീൻസ് പൊക്കം വയ്ക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ. പക്ഷെ ഡെവലപ്മെന്റ് നമ്മൾ അതായത് കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമ്മളത് നോളജ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മളുടെ ആ ഒരു നോളജ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എത്ര പ്രായമായാലും. അറവി അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് സംഭവിക്കുന്നത് മറിയാ മോണ്ടിസോറി പറയുന്നത് എൻവയോൺമെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആകുമ്പോഴാണ്. അതായത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറിയാ മോണ്ടിസോറി അവരുടെ സ്കൂളില് അങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. കുട്ടികളുടെ ഓരോ ഏരിയയിലുള്ള ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1 സെക്കൻഡ്. എക്സാം ഹാളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തത് കേട്ടോ. സിക്സ് ആൻഡ് സെവൻ ബാച്ചിന്റെ മെയിൻ എക്സാം 7:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്തോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോ ഡൗട്ട് ചോദിച്ചു. മാം ഞങ്ങൾക്ക് എത്ര നാളും കൂടി ഉണ്ട് മാം എക്സാം ആവാൻ? നിങ്ങൾ ഒക്ടോബർ ബാച്ച് അല്ലേ? അതെ മാം, ഒക്ടോബർ ബാച്ച് ആണ്. മോസ്റ്റ്ലി സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴേക്കും. മെയിൻ എക്സാമിന് മുമ്പല്ലേ നമ്മുടെ വൈവേ? അതെ, മെയിൻ എക്സാമിന് മുമ്പെന്നല്ല, പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എക്സാമിന്റെ ടൈം ടേബിളും പ്രാക്ടിക്കൽ സെഷനും ഒക്കെ വരുന്നതിനനുസരിച്ചാണ് വൈവ വെക്കുന്നത്. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ ഉടനെ, കാരണം വൈവ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽസ് ഓൺലി. ഈ പറഞ്ഞ 5 ഏരിയ ഇല്ലേ അതിനെ പറ്റി, പിന്നെ നിങ്ങളുടെ അസൈൻമെന്റ്, സർവേ തന്നിട്ടുണ്ടോ? സർവേയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, സർവേ നിങ്ങൾ ചെയ്ത ടീച്ചിങ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഒരു സ്പ്ലിറ്റപ്പ് തന്നിട്ടുണ്ടല്ലോ PDF തിയറിയുടെ. അതില് പ്രാക്ടിക്കൽ എന്നും പറഞ്ഞിട്ട് ഡിപ്ലോമക്കാർക്ക് 5 ഡിവിഷൻസും PGക്ക് 6 ഡിവിഷൻസും ആയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് വൈവ വരുന്നത്. ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് മിസ് ആണോ പ്രിപ്പയർ ചെയ്തിരുന്നത് ടേം എക്സാമിന്റെ? ഞാൻ ആകെ 6 ക്വസ്റ്റ്യൻ മാത്രമേ പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ. എഡ്യൂക്കേഷണൽ സൈക്കോളജിന്നും 6 ക്വസ്റ്റ്യൻസ് ടോട്ടൽ. ഓക്കെ. മാം ഇനി പാർട്ട് 3ഉം 4ഉം കഴിയുമ്പോൾ വീണ്ടും ടേം എക്സാം ഉണ്ടാവോ? യെസ്, ഉണ്ടാവും. ഞാൻ എന്തോ സർവേയുടെ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല. മിസ് സർവേയുടെ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ, അത് നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണോ? വേറെ റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ സർവേയുടെ ഡേറ്റ വെച്ചിട്ട്, കളക്ട് ചെയ്ത ഡേറ്റ വെച്ചിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ക്ലാസ് ഇടയ്ക്ക് കയറാറുള്ള റെക്കോർഡിംഗ് ക്ലാസ് ആണ്. പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സ്ഥിരം കയറുന്നവർക്ക് അറിയാം. എന്തോ ഇല്ല മാം, പറഞ്ഞിട്ടില്ല. എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത് വരെ പറഞ്ഞു. റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞുതരാം. ഞാൻ ഈ എക്സാമിന്റെ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുവാണല്ലോ, ഒരു മിനിറ്റ്.
ഓക്കെ, താങ്ക് യു. ഇതില് നമുക്ക് മനസ്സിലായല്ലോ, കുട്ടികളുടെ ആ നാച്ചുറൽ ഡെവലപ്മെന്റിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എൻവിയോൺമെന്റ്. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അതായത് എൻവിയോൺമെന്റ് മാത്രമല്ല, കുട്ടിയുടെ ഫ്രീഡം. അതായത് ഒരു കുഞ്ഞ് തന്നെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, അതായത് ഇപ്പോൾ ചെറിയൊരു കുട്ടി അവന് തന്നെത്താനെ കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്കറിയാതെ പകുതി അവരുടെ വായിലെത്തുള്ളൂ, ബാക്കി മുഴുവൻ താഴെ പോകും. പിന്നെ കുറച്ച് കിളികൾക്ക് കൊടുക്കും, പൂച്ചയ്ക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കുഞ്ഞ് കഴിക്കുന്നത്. പക്ഷെ അത് നമ്മൾക്ക് അങ്ങനെ അവർക്ക് കൊടുക്കാം, കാരണം എന്തായാലും വിശക്കുമ്പോൾ അവൻ കഴിക്കും. പക്ഷെ നമ്മളത് അറസ്റ്റ് ചെയ്യും, നമ്മൾ തടസ്സപ്പെടുത്തും, വേണ്ട നീ കഴിക്കേണ്ട എന്ന് വെച്ചാൽ കുട്ടി ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലില്ല എന്നുള്ള കൺസേൺ കൊണ്ടാണ് പലപ്പോഴും അമ്മമാർ അല്ലെങ്കിൽ കെയർ ഗിവർ അത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോഴാണ് കുട്ടി ഇൻഡിപെൻഡന്റ് ആകുന്നത്. അതേസമയം നമ്മൾ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യും. കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു ഉടുപ്പ് ഇടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കാതെ നമ്മളുടെ ഇഷ്ടത്തിലുള്ള ഉടുപ്പ് അതിനെ ഇടിയിക്കുന്നു. കുട്ടി തന്നെ ഷൂ ഇടാം, ഷൂവിന്റെ ലേസ് കെട്ടാൻ മേ ബി അവൻ കുറേ സമയം എടുക്കുമായിരിക്കും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഡ്രസ്സിങ് ഫ്രെയിംസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ, ബട്ടണിങ് ഫ്രെയിം, സിബ് ഉള്ളത് അല്ലെ, ഇതെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പൊ അതെല്ലാം അവരെ ആ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നതാണ് ഈ ഒരു ഡ്രസ്സിങ് ഫ്രെയിംസ്. ബട്ടൺ ഇടാനും ബട്ടൺ ഊരാനും സിബ് ഇടാനും സിബ് ഊരാനും, പിന്നെ ലേസ്, ഷൂവിന്റെ ലേസ് കെട്ടാൻ, പിന്നെ വെൽക്രോ വെച്ചിട്ട് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബക്കിൾ, ചില ബാഗിനൊക്കെ ബക്കിൾസ് ആയിരിക്കും, ആ ബക്കിൾ ഇടാനും അത് ഊരാനും അവർക്ക് ആ ഒരു പ്രാക്ടീസ്. അപ്പൊ അവരുടെ ഫിംഗേഴ്സിനെല്ലാം ആ ഒരു മൂവ്മെന്റ് വരും, അവരുടെ സ്മോൾ മസിൽസ് ഡെവലപ്പ് ആകും, അവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ് ഇംപ്രൂവ് ആകും, ഡെവലപ്പ് ആകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഞാൻ 3rd യൂണിറ്റ്, 4th യൂണിറ്റ്, അതുപോലെ തന്നെ 7th യൂണിറ്റിന്റെ ഒരു നട്ട്ഷെൽ, ഒരു ചെറിയൊരു ബ്രീഫിംഗ് ആണ് ഞാൻ ഫസ്റ്റ് 45 മിനിറ്റ്സിൽ തന്നത്. എന്നിട്ടാണ് യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പ്രാക്ടിക്കൽ സെഷനും മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽസിനെ കുറിച്ചും ഒരു ഐഡിയ തന്നു. ഇനി നമുക്ക് മോണ്ടിസോറിയുടെ മെത്തേഡും ഫിലോസഫിയും അതിന്റെ ആപ്ലിക്കേഷൻസും ഒക്കെ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടിയുടെ വളർച്ച, അതിന്റെ ലോ, അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ അവന് ഫ്രീഡം വേണം, നല്ലൊരു എൻവയോൺമെന്റ്, അവന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു എൻവയോൺമെന്റ് വേണം. ഫ്രീഡം ഒരു പട്ടത്തിന് കൊടുക്കുന്ന ഫ്രീഡം പോലെ. പട്ടം നമ്മുടെ കയ്യിലായിരിക്കും, പട്ടത്തിന് ആകാശത്തിൽ ഇങ്ങനെ പറക്കാം, പക്ഷെ അതിന്റെ ആ ഒരു ത്രെഡ് താഴെ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ആരാ? നമ്മളാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുമല്ല, ഒരു വിത്തിൻ ദ ലിമിറ്റ്സ് നമ്മൾ തീരുമാനിക്കും. കുട്ടിക്ക് ഒരു സർക്കിൾ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് വരയ്ക്കുമ്പോൾ സർക്കിളിന്റെ ആ ഒരു ഡയമീറ്റർ എത്ര കൂട്ടണം എത്ര കുറയ്ക്കണം എന്നുള്ളത്
ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ കുട്ടിക്ക് തോന്നരുത് അവനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അവൻ എൻജോയ് ചെയ്യുന്നു, കിട്ടുന്ന ഫ്രീഡം എൻജോയ് ചെയ്യണം. ആ രീതിയിൽ ഇത് വേണം നമ്മൾ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ മദർ അത് തീർച്ചയായിട്ടും പറ്റും, ടീച്ചേഴ്സിന് അത് പറ്റും. നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് 12th ബാച്ചില് ഒരു അമ്മയും 2 ആൺമക്കളും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനൊരു മെയിൽ വോയിസ് കേൾക്കുക. ഞാൻ വിചാരിച്ചു മോണ്ടിസോറി ക്ലാസ് റൂമിലെ മെയിൽ വോയിസോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതെനിക്ക് ഡൗട്ട് ഉണ്ടേ. ഞാൻ എന്റെ മാമിനോട് ചോദിച്ചു, ഇതെന്താ മോണ്ടിസോറിക്ക് ലേഡീസ് മാത്രം, മെയിൽ ഇല്ലല്ലോ, ഫീമെയിൽസ് മാത്രം എന്താന്ന് ചോദിച്ചു. അത് ഫീമെയിലിനെ പറ്റുള്ളൂ. ഞാൻ ഓർത്ത് എന്തുകൊണ്ട് മെയിലിന് പറ്റുന്നില്ല? മദർഹുഡ് എന്നുള്ളത് ഒരു അമ്മയ്ക്ക് മാത്രമാണോ പറ്റുന്നത് എന്നുള്ളത്. മീൻസ് പ്രസവിച്ചാൽ മാത്രമല്ല മദർഹുഡ് വരുന്നില്ലേ, നമ്മളുടെ ഉള്ളിൽ ഒരു അഫെക്ഷൻ, കമ്പാഷൻ. പ്രസവിക്കാതെ തന്നെ മദർഹുഡ് ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ. ആ ഒരു അഫെക്ഷൻ, ലവ്, കെയറിങ്, കമ്പാഷൻ അത് ആർക്കും ഉണ്ടാവും എന്ന് എന്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ നമുക്കത് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഫീമെയിൽ ആണല്ലോ ഈ ഒരു ഏരിയയിൽ വരുന്നത്, മോണ്ടിസോറി ട്രെയിനറായിട്ട്. അമ്മയ്ക്ക് മക്കളെ 2 പേരെയും ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടില് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു ക്ലാസ്സിൽ അവർക്ക് പകല് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ നൈറ്റിൽ ക്ലാസ് വെച്ചു എന്റെ എമർജൻസി സിറ്റുവേഷൻ കാരണം. അപ്പോൾ നൈറ്റിൽ വന്നപ്പോ അവര് ആൺകുട്ടികൾ, അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിവേ ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സൈൻ ഔട്ട് ഉണ്ടോ? പ്ലീസ് യൂസ് ദ പ്ലാറ്റ്ഫോം. ഓക്കെ, സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട്. നൈറ്റ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ പകല് ക്ലാസ്സിൽ കയറാത്തവര് പ്ലീസ് യൂസ്. അവർക്ക് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു. നൈറ്റ് ക്ലാസ്സിലെ പ്രെയർ, സൈൻ ഇൻ ഫോർ ദ ഡേ ആൻഡ് സൈൻ ഔട്ട്. ആരെങ്കിലും ഉണ്ടോ? എനിത്തിങ് യു വാണ്ട് ടു ഷെയർ പ്ലീസ്? ഞാൻ പറയാം തൊട്ട്. Fear the future become Mother Teresa. Thank you, ma'am. Okay, thank you so much, and thank you for understanding. Thank you, ma'am. 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 അതാരൊക്കെയാണ് ഒന്ന് കാണാൻ പറ്റുമോ? ചെറിയ ചെറിയ കുട്ടി ശബ്ദങ്ങള്. മാം ഒരു കാര്യം ചോദിച്ചിട്ടെ മാം, ഒരു കഴിഞ്ഞില്ലേ ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ ആയിരിക്കും സൗണ്ട് കേൾക്കുന്നില്ലടാ അച്ഛനെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? വെയിറ്റ് ചെയ്യടാ സൈലന്റ് മൈക്ക് ഓഫ് ചെയ്യട്ടെ. ഇപ്പൊ കേക്കാം അർച്ചന. മാം ഒരു ഡൗട്ട്. നമ്മുടെ ടേം 1ന്റെ എക്സാം പോലെ തന്നെയാണോ, ഈ ഒരു രീതിക്ക് തന്നെയാണോ ടേം 2ഉം ഫൈനൽ എക്സാമും ഒക്കെ നടക്കുന്നത്? അതെ, രീതിയിൽ തന്നെയാണ് അല്ലേ? ടേം 2 പിന്നെ സബ്ജക്ട് കണ്ടന്റ്സ് നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെയാണ് മാം. അല്ല, ഈ ഒരു പ്രൊസീജിയർ തന്നെയാണോ എക്സാമിന്? കാരണം ആദ്യമൊക്കെ ഞങ്ങള് കേറിയിട്ട് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടാൻ വളരെ ലേറ്റ് ആയി. അപ്പം ആകെ ഒന്നും മൈൻഡിലുണ്ടായിരുന്ന എല്ലാം പോയി. കാരണം ഈ നെറ്റ് ഇഷ്യൂ കാരണമാണോ, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പൊ അത് എല്ലാവരുടെയും പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണോ അതോ ഇനി മറ്റു ടെക്നിക്കൽ ഇഷ്യൂസ് എക്സാമിന് കാരണമാണോ? വരുമ്പോഴേ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാട്ടോ. കാരണം നമുക്കറിയാം നമ്മുടെ മൊബൈലിൽ നിന്നാണ് കയറുന്നതെങ്കിൽ ഫുൾ ഓഫ് ജങ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ക്ലോസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ വൺസ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ബാക്കിൽ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ചിലപ്പോ അപ്ഡേഷൻ ചോദിക്കും, അല്ലെങ്കിൽ തന്നെത്താനെ പോകും. അങ്ങനെയൊക്കെ ഇഷ്യൂ കുട്ടികൾ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കും. ആണെങ്കില് എക്സാം സമയത്ത് എനിക്ക് തോന്നുന്നു മിസ്സിന് പിന്നെ ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നോണ്ടായിരിക്കും അജീഷ മിസ്സിനെ നമുക്ക് അങ്ങനെ കിട്ടാന്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെച്ചായിരുന്നു. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഫുള്ള് കിട്ടിയേനെ. കാരണം എനിക്ക് അതാ കൂടുതൽ തെറ്റിപ്പോയി. 2 എണ്ണമൊക്കെ ശരിയായിരുന്നു, കൂടുതലും പക്ഷെ അതൊന്നും തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, ജസ്റ്റ് വായിച്ച് പഠിച്ചതേ ഉള്ളൂ. അപ്പം ഞാനും അർച്ചനയും ഡിസ്കസ് ചെയ്തപ്പോ പറയുകയും ചെയ്തു, മാമിന്റെ ആ ഒരു
മോഡൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതൊക്കെയാണെന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമില് നല്ല സ്കോർ ചെയ്യായിരുന്നു. ആ ഒരു കറക്റ്റ് ആ ഒരു സമയത്തായിപ്പോയി കിട്ടിയത്. അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും നോക്കാൻ പറ്റിയില്ല. മോക്ക് ടെസ്റ്റ് മാത്രം കുറെയൊക്കെ ഞങ്ങൾ ഏറെക്കുറെ അതൊക്കെ നോക്കി പഠിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റ് ആയില്ലേ, അപ്പൊ അത് നോക്കി അങ്ങോട്ട് മൈൻഡിൽ നിൽക്കുന്നില്ല എല്ലാം കൂടെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജിന്ന് കുറച്ചൊക്കെ ഡൗട്ടൊക്കെ വന്നെങ്കിലും പിടിച്ചു നിന്നു. പക്ഷെ ഏകദേശമൊക്കെ ഒപ്പിച്ചു. ഞാൻ മെയിൻ എക്സാമിന് മുമ്പ് ഇതുപോലെ തന്നെ നൈറ്റ് സെഷനിൽ 1.5 hours ഒരു റിഫ്രഷിംഗ് സെഷൻ വെക്കുന്നുണ്ട്, ഫുൾ മൊഡ്യൂൾ 1. ഓക്കെ, മെയിൻ എക്സാമിന് മുമ്പ്. ടേം എക്സാമിന് അങ്ങനെ, ടേം എക്സാം ഇറ്റ്സ് ജസ്റ്റ് ഫോർ പ്രാക്ടീസ് അല്ലെ, നിങ്ങൾക്കും ഒരു പ്രാക്ടീസ് അതാണ്. മെയിൻ എക്സാമിന് മുമ്പ് ഞാൻ എന്തായാലും ഒരു റിഫ്രഷിംഗ് സെഷൻ അത് നൈറ്റിൽ തന്നെ വെക്കുള്ളൂ, കാരണം എനിക്കറിയാം പകല് ജോലിക്ക് പോണവർക്കും കൂടെ അത് യൂസ്ഫുൾ ആകട്ടെ. പിന്നെ മൊഡ്യൂൾ ഒരു ബ്രീഫിംഗും ഉണ്ട്. അതെ, ഭയങ്കര ഉപകാരമായിരിക്കും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും അല്ലേ അർച്ചന? നമുക്ക് സന്തോഷമായില്ലേ? ഞങ്ങള് വിഷമം ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനും അർച്ചനയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, എടാ നമ്മള് എന്ന് വെച്ചാൽ ഞങ്ങൾ കയറുന്ന സമയത്ത് നമ്മൾ പുകഴ്ത്തി പറയല്ല കേട്ടോ, അർച്ചനയാണെങ്കിലും ഞാനായാലും ആരായാലും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഗ്രൂപ്പിൽ കാര്യങ്ങൾ ഓരോന്നും ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും ഇവിടെ ഇരിക്കുന്ന സലീന ആയാലും പിന്നെ ആരൊക്കെ ഉണ്ടോന്ന് അറിയില്ല, പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാം. എന്നാലും ധന്യേച്ചിയൊക്കെ നല്ല ഹെൽപ്പാണ്, പ്രത്യേകത എല്ലാവരും. പക്ഷെ എന്നാലും ചിലപ്പോ അവര് കയറാൻ വരുമ്പോൾ നമ്മൾ പെട്ടുപോകാറുണ്ട്, നമ്മൾ വിട്ടുപോകും. അപ്പൊ കുറെ വർക്ക് ഞങ്ങൾക്ക് ഇനി അറിയാനുണ്ട്. ഇന്ന് ഞാനും അർച്ചനയും കൂടെ ആ ഒരു വിഷമം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ബാക്കിലോട്ട് നിൽക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഞാൻ അർച്ചനയോട് പറഞ്ഞ വിഷമിക്കണ്ട, നമുക്ക് ജിഷാമിസിനെ ഡയറക്റ്റ് വിളിച്ചോ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് പെൻഡിങ് കൊണ്ട് പഠിക്കാനായാലും ഈ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലായി മാം, ടെക്സ്റ്റിൽ ഓരോ ലൈനും നല്ലോണം വായിക്കണം. അതിൽ നിന്ന് തന്നെയാ ക്വസ്റ്റ്യൻസ് വന്നതെന്ന്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് നോട്ട് എഴുതുന്നില്ല, സമയം കിട്ടണില്ല നോട്ട് എഴുതാൻ. ഞാനും അതെ മാം, എഴുതാൻ സമയം കിട്ടുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കുറിച്ച് അതിൽ തന്നെ വെക്കും. പിന്നെ മോക്ക് ടെസ്റ്റ് നോക്കും. അങ്ങനെയാണ് ഇപ്പൊ പഠിക്കുന്നത്. ഈ ഒരു 1 month ആയിട്ട് കണ്ടിന്യൂസ്ലി റെക്കോർഡ് ക്ലാസ് മാത്രമാണ് കാണുന്നത്, അതും സമയം അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം. പിന്നെ ലൈവ് ക്ലാസിന്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ലൈവ് ക്ലാസ് ആണ് ശരിക്കും നല്ലത്. പലർക്കും പല പ്രശ്നങ്ങൾ കൊണ്ട് കയറാൻ പറ്റാറില്ലല്ലോ. ഓക്കെ, എനിക്ക് എക്സാം എഴുതിയവരുടെ റിവ്യൂ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. വളരെ പേടിച്ച എന്റെ സബ്ജക്ട്സ് ഇന്നലെ തുടങ്ങി കേട്ടോ. പാർട്ട് 3 മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പാർട്ട് 3 ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത. പാർട്ട് 3യുടെ അടുത്ത സബ്ജക്ട് ഇന്നലെ ഇരുന്നു. ഇന്നലെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്നത്തെ ഒന്ന് കേട്ടോക്കട്ടെ. എനിവേ താങ്ക് യു സോ മച്ച്. 8:30 അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. Thank you, ma'am. Bye bye.